സത്യം പറ ബാബു, വെക്കടാ വെടി നല്ല പടമാണോ? അയ്യോ എന്റെ മാഡം സാറ് കലക്കി പൊളിച്ചിരിക്കുക. എന്തോ അപ്ലാസ്. അഖിൽ NRD ധയമാണ് കൂട്ടത്തിലെ കൊമ്പൻ. പിന്നെ അഖിൽ ഷാമോൻ എന്നൊക്കെ പറയും. മറ്റേ താത്തയുടെ വേഷക്കെട്ട് നടക്കുന്ന കുണി നടക്കുന്ന പുള്ളി. പിന്നെ ശരത് ബാബു, തമിഴിൽ നടനുണ്ട് ശരത് ബാബു. ഇത് പുതിയ ശരത് ബാബു. ఫ్యామిలీ మరి నే గజ్జ కడితే నిద్ర పోదు నిండు రాత్రి. അടുത്തുണ്ട് സന്ദീപ്, നമ്മുടെ പടക്കള സന്ദീപ് അല്ലേ? ഐ ആം സൂപ്പർ ഹീറോ. റീൽസ് ഇട്ടിട്ട് പിന്നെ ഷെയറും കമന്റ്സും വാങ്ങിക്കുമ്പോഴല്ലോ ഇത് വലിയ സ്ക്രീനല്ലേ. ബാബു അല്ലേ പറഞ്ഞത് പടം ഹിറ്റാണെന്ന്? വെക്കടാ വെടി പേര് പോലെ തന്നെ വെടിയായി പൊട്ടി. ഇത് അഭിനയിക്കാൻ അറിയില്ല. ആദ്യത്തെ സിനിമയാണ്. കോമഡി മുഴുവൻ ഹൊററും, ഹൊറർ മുഴുവൻ കോമഡിയും ആയിപ്പോയി എന്നുള്ളതാണ് ഇതിന്റെ. ആത്മഹത്യ ചെയ്യരുത്, അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആത്മഹത്യ സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കാനും സമ്മതിക്കില്ല. അതല്ല ഈ ആൻമേലുള്ള കോമഡി സീൻസ് എന്തോ ഒരു ഒരു തരത്തിലും ഒപ്പിക്കാൻ പറ്റില്ല. പുഞ്ചിരിക്കുന്ന നേതാവിന്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് വേണം. ബാനറും പോസ്റ്ററും ഒക്കെ അടിക്കണ്ടേ? ഞാനിപ്പോ റെഡിയാക്കി തരാം. പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നത്. ഉടക്കിവന് ദേഷ്യം, അഖിലന്മാരുടെ ക്യാരക്ടറിന് ദേഷ്യമൊക്കെ പിടിക്കും. സ്ക്രീനിൽ നോക്കാൻ തോന്നില്ല. ഫോണുണ്ട്, ഫോണെടുത്ത് നോക്കിപ്പോകും. അത്രയ്ക്ക് അബദ്ധാഭിനയം. ഒരു സിഗ്നൽ കാണിച്ചാൽ കടന്നൽ കൂട് ഇളകി വരുന്നത് പോലെ ഫാൻസുകാർ വരും. തന്റെ കണ്ണും മൂക്കും ചെവിയും കൊത്തി ഒന്നാക്കും. എല്ലൂരി കോൽക്കളി. ഇന്ത്യൻ ക്ലോസറ്റ്, താഴെ യൂറോപ്യൻ ക്ലോസറ്റ് എന്നൊക്കെ. അപ്പൊ അഖിലെന്നോട് പറയണേ, രണ്ടായി കഴിഞ്ഞാലും താഴേക്കല്ലേ പോണത്? എന്ത് അയ്യേ എന്തൊക്കെയാണ് പറയണത്? പിന്നെ ഇവരെ എത്രയും പെട്ടെന്ന് തലയ്ക്ക് പിടിക്കുന്ന ഏതെങ്കിലും ഒരു മദ്യം എടുത്താണോ? വളിവിടുന്ന സൗണ്ട്, ഇങ്ങനെ തൂറുന്ന സൗണ്ടുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിങ്ങനെയൊക്കെ എങ്ങനെ സിനിമ എടുക്കാൻ പറ്റുന്നത്? ഇതിന്റെ എന്താ പറയേണ്ടത്? ശുംഭൻ എന്ന് വിളിച്ചോണ്ട് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നവൻ എന്നർത്ഥമുള്ളൂ. നടി മറ്റു രണ്ടുപേരും ഇവിടെ നടന്നു പോകുന്ന സമയത്ത് ഒരുത്തൻ പറയും, മുള്ള് കാട്ടിൽ മുള്ളുണ്ടാവുമല്ലോ. അപ്പൊ പുറകിലേക്കുന്നവൻ, ഓ എനിക്കിപ്പോ മുള്ളണ്ട. ഇതൊക്കെ കണ്ട് ഹൊറർ കോമഡിന്റെ അകത്ത് കോമഡി കണ്ട് ചിരിക്കണോ? എന്തിന് സാറേ നമ്മൾ വഴക്കിന് പോണത്? ഒന്നാമത് നമ്മുടെ സമയം മോശം. Unbearable. Can't put up with that all. ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ സെലിബ്രേഷൻ ഓഫ് ഇവന്റ്സ്. നമുക്ക് കിട്ടിയ ജീവിതം പരിപൂർണമായി ആഘോഷിക്കുക. ദീപിക ഓടി. അപ്പൊ ഇവരിത് ആലോചിക്കുകയാണ്, ഈ പേരെന്താണ് ദീപിക ഓടി. അപ്പം മറ്റവനൊന്ന് പറയാ, എടാ ദീപിക ഓടി. അപ്പൊ എന്ത് പറയണം? ദീപിക ഓടിന് നമ്മളെന്ത് വേണം? കടുപ്പം തന്നെ. പണം കൊടുത്താൽ നിന്റെ ഭർത്താവ് എന്ത് കോമാളിത്തരം കാണിക്കുമല്ലേ? ഇതൊക്കെ കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുണ്ടെങ്കിലല്ലേ. വാഴ വരെ ഞാൻ പറയേണ്ടി വരും, വാഴ 2 വരെ. ഇഷ്ടം പോലെ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും വേസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടില്ല. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. എന്തിനാ ഇങ്ങനെ? അത് പേശ കാണല്ലോടാ കോവാല.